വിനോദ് എന്നാണ് പേര്. കോഴിക്കോട് കുന്നമംഗലമാണ് സ്വദേശം. കഴിഞ്ഞ 8 വർഷമായി RCMനെ ഒരു പ്രൊഫഷനായി സ്വീകരിച്ചിട്ട്, RCMനെ ഒരു തൊഴിലായി സ്വീകരിച്ചിട്ട് 8 വർഷമായി. കോഴിക്കോട് RCM ഹോസ്പിറ്റലായിരുന്നു, അവിടെ മെഡിക്കൽ സെക്രട്ടറി ആയിരുന്നു. നമ്മുടെ സാറുമാണ് നാരായണ സാറ്. അദ്ദേഹമാണ് RCMനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ആദ്യമായിട്ട് RCM പറഞ്ഞ സമയത്ത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നോ, അല്ലെങ്കിൽ ജീവിതം മാറുമെന്നോ. മിംസിലെ ജോലി വിട്ടിട്ട് ഞാൻ ഫുൾ ടൈമായിട്ട് RCM ഏറ്റെടുക്കുമെന്നൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം നന്നായിട്ട് ജീവിച്ചു പോകുന്ന സിറ്റുവേഷനാണ്. പക്ഷെ നന്നായിട്ട് ജീവിച്ചു പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒരുപാടുണ്ടല്ലോ, ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ ഉള്ളിൽ ഒതുക്കിയിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെല്ലാവരും വിശ്വാസമുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരല്ലേ. നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? എന്താ ദൈവത്തോട് പ്രാർത്ഥിക്കുക? നമുക്ക് മെച്ചപ്പെട്ട ജീവിതം വേണം എന്നല്ലേ പ്രാർത്ഥിക്കുക, അല്ലേ? നല്ലൊരു ലൈഫ് വേണം, മെച്ചപ്പെട്ട ജീവിതം വേണം. ദൈവം കൺഫ്യൂഷനില്ല. കാരണം നമ്മള് ഭക്തരാണ്, വിശ്വാസികളാണ്. നമ്മള് പ്രാർത്ഥിച്ച ദൈവത്തിന് സാധിച്ചു തന്നേ പറ്റൂ. എങ്ങനെ സാധിച്ചു തരും? കാരണം നമ്മൾ ഓൾറെഡി ഒരു ജീവിതം, ഒരു ജോലിയിലോ ബിസിനസ്സിലോ സെറ്റാണ്. അവിടുന്ന് കിട്ടുന്ന വരുമാനം അത് കൂട്ടിത്തരാൻ ദൈവം സാധിക്കുമോ? ഒരു സർക്കാർ സർവീസിൽ LD ക്ലർക്കിന് കിട്ടുന്ന വരുമാനത്തിന് അത് സൂപ്രണ്ടിന്റെ വരുമാനം കൊടുക്കാൻ ദൈവം സാധിക്കുമോ? സമയം എടുത്തതിന് നമുക്കിപ്പോ വ്യക്തിയാ പറ്റിയോ? അതെയോ? ഒരു 1000 രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് 2000 ആയി കൊടുക്കാൻ ദൈവത്തിന് സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ചിന്തിക്കണം. ഇപ്പം ദൈവം സഹായിച്ചിട്ട് എന്താ? 2 കാലിനും ആരോഗ്യമുണ്ട്, 2 കാലിൽ നിൽക്കാനുള്ള ശേഷിയുണ്ടല്ലോ. എവിടെ നടന്നല്ലേ കയറി വന്നത്, അല്ലേ? മുകളിലത്തെല്ലോ, ഈ 4ാം നിലയിലെത്തിയല്ലോ, കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ല, ഭൂമിയിൽ ലൈവായിട്ടുണ്ട്. ഇപ്പൊ ചിന്തിക്കണം. ഇതാണ് ദൈവാനുഗ്രഹം, ഇതാണ് ദൈവാനുഗ്രഹം. ഇനി നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി വന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തണം വഴികൾ. അവിടെയാണ് ദൈവാനുഗ്രഹം ആക്ട് ചെയ്യുക. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്താ വഴികൾ നോക്കില്ല? നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും മടിയന്മാരായിട്ട് ഇരിക്കുക. ഞാൻ കൊടുത്തപ്പെട്ട ആളായിരുന്നു മടിയന്മാർ. അതൊന്നും ഇന്നും വല്ല മടിക്കൊരു വ്യത്യാസം തോന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ, ഈ ഹോളൊക്കെ പൊള്ളുന്ന അറിയേണ്ടതാണ്. പക്ഷെ എന്നാലും ആവശ്യങ്ങളുടെ തീവ്രത ശമ്പളം കൊണ്ട് മാത്രം തികയില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഡീഷണൽ ഓപ്പർച്യൂണിറ്റി ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് കിട്ടിയപ്പോൾ ശരിക്കും ഏറ്റെടുത്തത്. ചെറിയ പൈസ 500, 1000, 2000 അതിനപ്പുറത്തേക്കൊന്നും RCM സ്വപ്നങ്ങളൊന്നും കണ്ടിരുന്നില്ല. പക്ഷെ പോകെ ഇതേപോലുള്ള മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും കണ്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ട് അവരുടെ അനുഭവങ്ങൾ കേട്ട സമയത്ത് ഇവർക്കൊക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ? ആ ഒരു ചിന്തയാണ് സത്യം പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ആരോടെങ്കിലും ഇത് പറയാൻ പ്രേരിപ്പിച്ചത്. മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറയാന്ന് വെച്ചാൽ കൊല്ലുന്നതിന് സമയമില്ല. നമുക്ക് മാർക്കറ്റിങ്ങോ ആൾക്കാരോ മിണ്ടിയും പറഞ്ഞൊന്നും ശീലമില്ല. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ജോലി എങ്ങനെയായിരുന്നു? അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു തുടങ്ങിയത്. പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാം? ഞങ്ങൾ തേടി നടക്കാന്ന് ചാടിക്കറ്റി വരാറുണ്ടോ? ഇല്ല, നെഗറ്റീവ് ചടപ്പിക്കലുണ്ടാവും. നമുക്കൊന്നും വേറെ പണിയില്ല. എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചത്, നമുക്കൊന്നും വേറെ പണിയില്ലേ? ഇതൊക്കെ എത്ര കണ്ടതാ, ഇതൊക്കെ എത്ര കേട്ടതാ, അതേ ഉള്ളൂ. അത് കേട്ട് ഇതിലെ വിട്ട് കളയാമായിരുന്നു പറഞ്ഞു. പക്ഷെ അത് മനസ്സിൽ ബാധിച്ചു, ഡിപ്രഷനായി, ടെൻഷനായി, അടുത്തവളോട് പറയാൻ പേടിയായി. അങ്ങനെ കുറെ മാസങ്ങൾ അങ്ങനെ പോയി. അടുത്തവളോട് പറയും, അയാൾ ചടപ്പിക്കും, പിന്നെയും കുറെ മാസങ്ങൾ. അങ്ങനെ കൊല്ലം 1, 2, 3 വർഷമൊക്കെ ഇങ്ങനെ കടന്നുപോയി. ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിട്ടാ. ആ പറഞ്ഞ ആൾക്കാർക്കൊന്നും നഷ്ടം ഉണ്ടായില്ല. ഇപ്പൊ തിരിഞ്ഞൊന്ന് ആലോചിക്കുമ്പോ നഷ്ടമോ നഷ്ടമോ. സാമ്പത്തിക കണക്കൂട്ടിയാൽ ശരിക്കും സങ്കടം വരും. അന്ന് സജീവമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു. അന്ന് ചെയ്യാമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാണ്ട് പറയാം. ആളുകൾ പലതും പറയും. അവർക്ക് അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇതിനെപ്പറ്റി അവർക്ക് അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. നമ്മളൊരു ഡോക്ടറോട് പോയി RCM പറഞ്ഞാല് നമ്മൾ ഡോക്ടറല്ലേ, അയാളോട് ഞങ്ങൾ പറയും ഡോക്ടർക്ക് അയാളുടെ മേഖല അറിയാം, RCM മേഖല അറിയില്ലല്ലോ. RCM പറയുന്നത് നമുക്കാ. നമുക്ക് ധൈര്യമായിട്ട് പറയാം, മുമ്പിൽ ധൈര്യമായിട്ട് പറയാം. അപ്പൊ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊന്ന് ജീവിക്കാൻ. അങ്ങനെയാണ് എന്റെ ജോലി ഡിസൈൻ 2018 പുറത്തിറങ്ങിയത്. RCM ലീഗൽ അച്ചീവറായപ്പോഴാണ് പുറത്തിറങ്ങിയത്. 5000 രൂപയ്ക്ക് താഴെ വരുമാനം RCM എളുപ്പമാണ് പുറത്തിറങ്ങിയത്. വേറൊന്നുമല്ല, ഈ മേഖല നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ മേഖലയിൽ ലൈഫിൽ എവിടം വരെ വരാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പൊ ഇന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? പക്ഷെ മോശമായില്ല, നന്നായിട്ട് എഫേർട്ട് ഉണ്ട് വന്നു. എഫേർട്ട് ആണ്, മടിയില്ല. നിങ്ങൾക്കും മടിയില്ല, നിൽക്കും 100% അറിയാം, അല്ലേ? മടിയൊന്നും ഇല്ലല്ലോ, ഇല്ല, ഒരിക്കലും മടിയില്ല. അങ്ങനെ 6 മാസം 2018 സ്റ്റാറായി. 2020 RCM ടെക്നിക്കേഷറായി. അങ്ങനെ ഇന്ന് എമറാൾഡ് ലെവലിലേക്ക് എത്തുന്നു. ഒരു കൈയ്യടി തന്നൂടെ എമറാൾഡിന്? ആലോചിച്ചു
അപ്പൊ ആശയങ്ങളിലൂടെ വിജയിക്കാനും സ്വപ്നങ്ങളുടെ ജീവിതം നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ? എങ്കിൽ ഈ 3 കാര്യങ്ങൾ വ്യക്തത ആവശ്യമുണ്ട്. ഈ 3 കാര്യങ്ങൾ വ്യക്തത ഉണ്ടാവണം. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? അതിലൊന്ന് വൈ ഐ ആം ഹിയർ. വൈ ഐ ആം ഹിയർ, ഈ ഹോളിനകത്തല്ല. വൈ ഐ ആം ഇൻ ആസിയ. ഞാൻ എന്തുകൊണ്ട് ആസ്യം ചെയ്യണം, അല്ലെങ്കിൽ എന്തിന് ആസ്യം ചെയ്യണം? വൈ ഐ ആം ഹിയർ. വാട്ട് ഈസ് ഗോയിങ് ടു, എന്താണ് ആസ്യം ഞാൻ നേടാൻ പോകുന്നത്? എന്താണ് നേടാൻ? പലതും പല മോട്ടീവായിരിക്കും. ആസ്യം പല മോട്ടീവായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ആസ്യം 100% പറയാം, പണമായിരുന്നു മോട്ടീവ്. പണം എന്നുള്ള മോട്ടീവ്, പണം ലക്ഷ്യമിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇതിൽ കൂടെ കിട്ടുന്ന അഡീഷണൽ വരുമാനം ലക്ഷ്യമിട്ടാണ് ആർസിയം തുടങ്ങിയത്. ആർസിയം തുടങ്ങിയതിനകത്ത് കൂടുതൽ ക്ലാസ്സുകൾ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഹെൽത്ത് എന്നുള്ള ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലായത്. തുറന്നു പറയാലോ, ആദ്യമായിട്ട് കേട്ടത് ഹെൽത്ത് ക്ലാസ്സുകളല്ല, ഇപ്പോൾ പിന്നാണ് ഹെൽത്ത് ക്ലാസ്സുകളൊക്കെ സജീവമായത്. ഈ തവണ സാധനം എന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരു 4 മാസത്തിൽ ഞങ്ങൾ ഉപയോഗിക്കാതിരുന്നു. കാരണം കുക്കിംഗ് ഓയിലാന്ന് മനസ്സിലായി. ഞങ്ങൾ കേട്ടിട്ടില്ല തവിടെണ്ണ എന്നുള്ളത് കുക്കിംഗ് ഓയിലെ ഒരാൾ കേട്ടില്ല. പിന്നെ ഉപയോഗിക്കാം. പിന്നെ കണ്ടപ്പോൾ വാങ്ങിച്ചു. പൊട്ടിച്ചുപയോഗിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടേ. പിന്നെയാണ് അതിന്റെ ക്ലാസ്സുകൾ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഇത്രയും വലിയ ബെനിഫിറ്റുള്ള സാധനമാണല്ലേ. പിന്നെ അതിനെപ്പറ്റി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഓക്കെ അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങി. ഇന്ന് കഴിഞ്ഞൊരു 10 വർഷത്തോളമായി വെളിച്ചെണ്ണ സാധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കാറില്ല. തവണ വെളിച്ചെണ്ണ മോശമായതുകൊണ്ടല്ല ഉപയോഗിക്കാത്തത്, ആർസിയം തവണ ഇറക്കുന്നത് അതുകൊണ്ട് ഉപയോഗിക്കാത്തത്. ആർസിയുള്ള സാധനങ്ങൾ ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുള്ളൂ. വ്യവസായം ഉപയോഗിക്കും. ആർസിയം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എന്തുകൊണ്ട് ആർസിയം വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല? തവണ ഇറക്കി. കാരണം ബെസ്റ്റ് തവണയാണ്. റൈസ് ബ്രാൻ ഓയിലാണ് ദ ബെസ്റ്റ് കുക്കിംഗ് ഓയിൽ. വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. സുഹാസ് സാർ പറഞ്ഞു, വിനായക് സാർ പറഞ്ഞു കഴിഞ്ഞു. അതിനെ പറ്റി കിടക്കേണ്ട ആവശ്യമില്ല. ഹൗ ഇറ്റ് വിൽ ഡു, എങ്ങനെ ചെയ്യാം. ഇത് 3 കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം. അപ്പോൾ ഏറ്റവും അധികം വ്യക്തത വേണ്ട കാര്യം ഫസ്റ്റ് ഒന്നാണ് വൈ ഐ ആം ഹിയർ. ഞാൻ എന്തിന് ആക്ഷൻ ചെയ്യണം? ചിലർക്ക് പണമായിരിക്കും ലക്ഷ്യം, ചിലർക്ക് ആരോഗ്യമായിരിക്കും ലക്ഷ്യം, ചിലർക്ക് ബന്ധങ്ങളായിരിക്കും ലക്ഷ്യം, ചിലർക്ക് നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കലായിരിക്കും. അങ്ങനെ പലതും ഉണ്ടാവും. മറ്റുള്ള സഹായിക്കലായിരിക്കും, പലതും ഉണ്ടാവും. ഞാൻ എന്തിനാ ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവും. എന്റെ മോട്ടീവ് ആയിരിക്കുമല്ലോ നിങ്ങളുടെ മോട്ടീവ്. അതോടൊപ്പം തന്നെ ആർസിൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും മോട്ടീവ് വ്യത്യാസം ഉണ്ടാവും. ഇന്ന് എന്റെ ലക്ഷ്യം മോട്ടീവ് ഹെൽത്ത് മാത്രമല്ല, ആർസിനും കൂടെ ഹെൽത്ത് ഓക്കെ കിട്ടുമെന്ന് എനിക്കറിയാം. ആർസിനോട് പണം കെട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞൊരു 8 വർഷമായിട്ട് ആർസിനും കൂടെ മാത്രം ജീവിക്കുന്നു ഞങ്ങളുടെ ഫാമിലി. ഇനി ബില്ലുകളും മറ്റു കാര്യത്തിൽ രൂപ കടം കഴിഞ്ഞ മാസം ഡൽഹിയിൽ പോയിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റിൽ ഡൽഹി ഒരു 5 സ്റ്റാർ താമസം, ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ്? വിദേശയാത്രകളിൽ പോകാം ലക്ഷ്യങ്ങളാണല്ല. മോട്ടീവ് മാറിക്കൊണ്ടിരിക്കും. സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു. കുറച്ചു കാലം മുമ്പ് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഞങ്ങൾ ചിന്തിക്കാൻ കഴിഞ്ഞാണ്. വന്ദേ ഭാരത് എത്ര ആൾക്കാർ കയറി? കുറച്ച് ആൾക്കാർ കയറി അല്ലേ? എത്ര ആൾക്കാർ കയറാൻ ആഗ്രഹമുണ്ട്? കുറെ ആൾക്കാർ കയറാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് കയറാത്തത്? പ്രാവശ്യം കയറിക്കൂടെ? ഫ്ലൈറ്റിൽ കയറുന്നവരല്ലേ വന്നത്. വന്ദേ ഭാരത് കഴിഞ്ഞ് കുറെ കയറാൻ പറ്റും. ഇന്നിപ്പോ അല്ലെ ആദ്യമായിട്ട് വന്ദേ ഭാരത് എന്ന സമയത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പൊ എത്ര പ്രാവശ്യം പോയി അറിയില്ല. അടുത്ത ആഴ്ച വന്ദേ ഭാരതത്തിൽ പോയി. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിത നിലവാരം മാറുന്നതിനെ പറ്റി പറഞ്ഞു. ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്. ഫ്ലൈറ്റ് സുഖമായിട്ട് പോകാൻ താല്പര്യമുണ്ട്. ഇപ്പൊ എന്താണ് ചിന്തിക്കാത്തത്? ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട സാഹചര്യമില്ല, പണമില്ല. നിങ്ങൾ നാളെ വലുതാവും. ആർസിന് വലിയ ഭിന്നവലെത്തി, പണമെത്തി, എപ്പോഴാണ് സ്റ്റാറുകളാണ് രൂപയൊക്കെയായി. നിങ്ങൾ ടീം മറ്റു സ്ഥലങ്ങളും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എത്തി. ഓട്ടം തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഫ്ലൈറ്റ് തന്നെ പോയിട്ടില്ല. നിലവാരം ഇത് കാണാൻ കഴിയണം. ഇവിടെ ഇരുന്നു കൊണ്ട് അത് കാണാൻ കഴിയണം. കാണാൻ കഴിയണം. ഒരു 5-10 വർഷം അപ്പുറമുള്ള നമ്മുടെ ജീവിതം ഇവിടെ നിന്നിട്ട് ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. നമ്മളിപ്പോ കാണുന്ന കാഴ്ച എന്താ? കണ്ണില് ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളും ടെൻഷനും. ഇപ്പൊ പ്രായത്ര ഇനിയിപ്പോ 5-10 കഴിഞ്ഞേ ഞാൻ ഇപ്പൊ ജീവിച്ചു പോകും. തന്നെ വിട്ടു തന്നെ അയ്യ ഉലകന അയ്യ ഇതാ ചിന്തിച്ചു പഠിക്കുന്നത്. അതേ നടക്കുള്ളൂ. 5-10 വർഷം കൂടെ എണീച്ച് നടക്കാൻ പറ്റാത്ത ശേഷിയായി മാറുന്നു. സംശയം വേണ്ട. എന്താണോ നിങ്ങൾ ഭാവനയിൽ കാണുന്നത് അത് സംഭവിച്ചിരിക്കും. എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ കണ്ടുകൂടാ? എന്തുകൊണ്ട് കണ്ടുകൂടാ? ആർസിയം കയ്യിൽ നിങ്ങൾ എത്താറില്ലേ? പണം കൊണ്ട് നേടാവുന്ന എന്തും ആർസിയം കൊണ്ട് നേടാം. പണം കൊണ്ട് നേടാവുന്ന എന്തും ആർസിയം നേടാം. കാരണം ആർസിയം കൂടെ ഇഷ്ടം പോലെ പണം കിട്ടും. ആർസിയമിൽ മാത്രമല്ല സമൂഹത്തിൽ പണം കിട്ടാൻ. സമൂഹത്തിൽ പണം കിട്ടുന്ന ഒരുപാട് മേഖലയുണ്ട്. നല്ല നല്ല ജോലിക്കാരുണ്ട്, നല്ല ഹൈ പ്രൊഫഷണൽ ആൾക്കാരുണ്ട്. അവർക്ക് പണം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇരിക്കുന്നതിൽ ഒരു 90% ആൾക്കാർക്കും അങ്ങനെ ആയി മാറാൻ എനിക്ക് കഴിയില്ല. കഴിയോ? പണ്ട് പഠിക്കുന്ന കാലത്ത് അങ്ങനെ പഠിക്കേണ്ടിയിരുന്നു. അന്ന് കുതിര വെച്ച് നടന്നല്ലേ.
അന്ന് കോട്ടികൾ ചേർന്നതിന്റെ ഗുണം പറയുന്നത്. അന്ന് നന്നായി പഠിച്ചിരുന്നെങ്കിൽ, നല്ല ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ, നല്ല ജോലി കിട്ടിയതിന്, ജോലി കൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് എൻജോയ് ചെയ്യാൻ നല്ല ഹൈ പ്രൊഫഷണൽ ആയിരുന്നു. എത്ര ആൾക്കാർ ജീവിക്കുന്ന മുതൽ അല്ലേ ലക്ഷം ജീവിക്കുന്നു. ഇനി സാധിക്കുമോ? ഇല്ല, സമയം കഴിഞ്ഞു. നല്ല ബിസിനസ്സുകാർ, നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന, നല്ല സമ്പാദിക്കുന്ന ഇഷ്ടംപോലെ ബിസിനസ്സുകാരുണ്ട്. സാധിക്കുമോ? ഇനി പറ്റുമോ? എത്ര കോടി വരെ മുടക്കാൻ കഴിയും? എത്ര ലക്ഷം മുടക്കാൻ കഴിയും? 10 ലക്ഷം, 20 ലക്ഷം ഒക്കെ സാധിക്കില്ലേ? പെട്ടിക്കണമല്ല, ഒരു കാര്യമല്ല. അതുകൊണ്ട് കോടികൾ മുടക്കൂ, കോടികൾ മുടക്കി ബിസിനസ് ചെയ്യും. സാധിക്കുമോ? പോസിബിൾ അല്ല, പോസിബിൾ അല്ല. പിന്നെന്താ മാർഗമുള്ളത്? ഇപ്പൊ കഴിയുന്ന പോലെ കഴിഞ്ഞു പോവാ. അവിടെയാണ് ആസ്തിയുടെ പ്രസക്തി. നിനക്കൊരു കോടിയും മുടക്കണ്ട, ഒന്നും മുടക്കണ്ട. അതാണ്, ഒരു രൂപ പോലും മുടക്കാതെ ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലിരിക്കുന്നത്. ലക്ഷങ്ങളുടെ ബിസിനസ് നമ്മളാണ്. എങ്ങനെയാണെങ്കിലും ഒരു 19 ലക്ഷത്തിന് മേലെ PV ഇരുന്നൊരു മാസം രൂപ കൂട്ടി കഴിഞ്ഞാൽ 1 കോടിക്ക് മേലെ രൂപയുണ്ട്. 1.25 കോടിയുടെ ബിസിനസ് ചെയ്യാൻ പോകാനെല്ലാം നടക്കുന്നുണ്ട്. 1.25 കോടിയുടെ ബിസിനസ് ചെയ്യാൻ പ്രതീക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ മുടക്കണം? കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും ബിസിനസ് ഉണ്ട്. കൂടാതെ 5 സ്റ്റേറ്റിന് ബിസിനസ് വരുന്നുണ്ട്. അവിടെയൊക്കെ പോയി ഷോറൂം ഇടണം, ഷോപ്പ് തുടങ്ങണം, അല്ലെ? അങ്ങനെയുള്ള വലിയ വലിയ ബിസിനസ് ചെയ്യാം. ഒന്നും ചെയ്യുന്നില്ലേ? ഓപ്പർച്യൂണിറ്റി. പണം കൊണ്ട് നേടാവുന്ന എന്ത് നമുക്ക് ആശയം സാധിക്കാം. അതുപോലെ അതിനെന്ത് ചെയ്യണം എന്നല്ല, അതിനെന്ത് ചെയ്യണം, അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് ഇതിന് ഫസ്റ്റ് കണ്ടതിന് ഈ ഫസ്റ്റിന് ഉത്തരം കണ്ടെത്താനുള്ള ആദ്യം ചെയ്യണം. ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ആദ്യം ചെയ്യണം. എന്തിന് ഞാൻ ആശയം ചെയ്യണം? നിങ്ങൾ കണ്ടെന്ന ഉത്തരവുണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങാൻ അനുവദിക്കരുത്. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ അല്ലെ, ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. നിങ്ങൾ കാണുന്ന സ്വപ്നം, നിങ്ങൾ കാണുന്ന ആഗ്രഹം, നിങ്ങൾ കാണുന്ന നീഡ് നിങ്ങളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കരുത്. അത് നിങ്ങളെ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം. ഇപ്പൊ നിങ്ങളുടെ സ്വപ്നം അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് 10 മണിക്ക് ആള് 10:30 എത്തി, 11 മണിക്ക് എത്തി, 1 മണിക്ക് എത്തി, കുറെ ആൾക്കാർ വന്നില്ല. കാരണം നിങ്ങളുടെ സ്വപ്നം നിങ്ങളെ വീട്ടിൽ കിടന്നുറങ്ങാനാ പ്രേരിപ്പിക്കുന്നത്. അത്രയൊക്കെ മതി, ജീവിതത്തെ മതി, അതാ പ്രേരിപ്പിക്കുന്നത്. അപ്പോ എന്തും നമുക്ക് ആശയപ്പെടെ നേടിയെടുക്കാം, യാതൊരു സംശയമുണ്ട. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുന്ന പ്രശ്നങ്ങൾ അല്ലെ, ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞെല്ലാവരും. ഈ പ്രശ്നങ്ങൾ എന്തും ആവട്ടെ, ഈ പ്രശ്നങ്ങള് നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടോ? നമുക്കൊരു 4 വയസ്സുള്ളപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ? നമ്മളൊരു 10 വയസ്സുള്ളപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ? ഒരു 5 വർഷം 2 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്താണ് പ്രശ്നം? ആക്ച്വലി അതുപോലെ നമുക്കറിയില്ല, പ്രശ്നങ്ങൾ നമുക്കറിയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ എന്താണോ അതെങ്ങനെയായി തീർന്നതാണ്. ഇപ്പൊ നമ്മൾ എന്താണോ അതെങ്ങനെയാണ് ആയിത്തീർന്നത്. നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതെങ്ങനെ ആയിട്ടില്ല. ഈ 2 കാര്യങ്ങളെ പറ്റി വിശദമായി ചിന്തിക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ എന്തോട്ടെ, ആരോഗ്യപരമാവട്ടെ, സാമ്പത്തികമാവട്ടെ, സാമൂഹികമാവട്ടെ, മാനസികമാവട്ടെ, ആ ലെവലിലേക്ക് നമ്മൾ എങ്ങനെയായി മാറി. നല്ല സാമ്പത്തികമായിട്ട് ഒരു സെറ്റിലാണ്, നല്ല ഹെൽത്തിയാണ്. എന്താ കാര്യം? ഒരാൾ നല്ല ഹെൽത്തിയാണ്, ഇവിടെ ഇരിക്കുന്ന ആളോയ്ക്ക് ഞാൻ ഹെൽത്തിയാണ് കഴിക്കണം. എന്താ കാരണം? കഴിഞ്ഞ 5-10 വർഷമായിട്ട് അയാൾ ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല പോഷകാഹാരം കഴിക്കുന്നുണ്ട്, നന്നായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ശരിയല്ലേ? അല്ലാതെ എത്തുമല്ലോ? വരില്ല. ആർസിയിൽ വന്നിരിക്കുന്ന പല ആളുകളുടെ പ്രശ്നം, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, അവിടെ അഡ്രസ് ചെയ്യാറുണ്ട്. പല ആളും പറയാറുണ്ട്, ഞാൻ ആർസിൽ കുറച്ചെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, എനിക്ക് പനി വരാൻ പാടുണ്ടോ, എനിക്ക് ജലദോഷം വരാൻ പാടുണ്ടോ, എനിക്ക് ഹാർട്ട് പ്രശ്നങ്ങൾ വരാൻ പാടുണ്ടോ, എനിക്ക് ക്യാൻസർ വരാൻ പാടുണ്ടോ ചോദിക്കല്ലേ? എത്ര ആളെ ആർസിൽ കുറച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 6 മാസം, 3 മാസം, 1 വർഷം, 2 വർഷം, അതുകൊണ്ട് മാറ്റം വരുമോ? കഴിഞ്ഞ 5, 10, 15, 20, 30 വർഷമായിട്ട് നമ്മള്, അതായത് നമ്മുടെ മാതാപിതാക്കളെ പിടുത്തം നമ്മൾ വിട്ടതിന് ശേഷം കുടിക്കുള്ളൂ. ഒരു 20 വയസ്സ് കുടിക്കുള്ളൂ, അല്ല 20 വയസ്സ്, അങ്ങനെ പുറത്ത് പിടുത്തം കിട്ടൂല അല്ലെ? അതിനുശേഷം നമ്മൾ തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങിയത്. ഭക്ഷണമാണെങ്കിൽ അല്ല മറ്റു കാര്യങ്ങൾ അവിടെ നിന്ന് കണക്കൂട്ടും എത്ര വർഷമായി നമ്മൾ തെറ്റായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴല്ലേ കുറച്ച് ബോധം വന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ബോധം വന്ന ആശയം വന്ന ശരി, യാതൊരു സംശയമില്ല. എന്ത് കഴിക്കണമെന്നും എപ്പോൾ കഴിക്കണമെന്നും ഏത് രീതി കഴിക്കണമെന്നും ബോധം നമുക്ക് ആശയം വന്നത് മാത്രമാണ്. ഈ അവയർനെസ് കിട്ടി ഇവിടുന്നാ, വേറെ എവിടുന്നും കിട്ടില്ല. പറയാണെങ്കിൽ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്ത ആളെ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിത്തീർന്നത് എങ്ങനെയാണ്?
അപ്പൊ ഒരാൾ ഹെൽത്തി ആയിരുന്നെങ്കിൽ അയാളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? ഒരാൾ സാമ്പത്തികമായിട്ട് ഇപ്പൊ മെച്ചപ്പെട്ട ജീവിതത്തിൽ ജീവിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാ? അയാൾ കഴിഞ്ഞ 10, 15, 20 വർഷമായിട്ട് അയാൾ സാമ്പത്തികം ഉണ്ടാക്കേണ്ട രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ചിന്തയും പ്രവർത്തിയും ഒക്കെ ഒരു സമ്പന്നനാവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചിന്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടായത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി മാറി? ഇപ്പോൾ നിങ്ങൾക്ക് മാനസിക പ്രയാസങ്ങളുണ്ട്. കാരണം പുറകോട്ട് ചിന്തിക്കൂ. നമ്മൾ ജീവിതത്തിൽ ചെയ്ത എന്തൊക്കെയോ മിസ്റ്റേക്കുകളാണ് ഇപ്പൊ മാനസിക പ്രയാസം ചെയ്യുന്നത്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാ ചിന്തിക്കാറില്ലേ? ഉണ്ട്. ഓരോന്നെടുത്താൽ നമ്മൾ എങ്ങനെ ഇപ്പോൾ എങ്ങനെയാണോ ആയി തീർന്നത് അത് ഒന്ന് കണ്ടുപിടിച്ചാൽ നാളേക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ ഇനി എന്താണോ ആവേണ്ടത് അതിന് ഉത്തരം കിട്ടും. ഒരു 5, 10 വർഷമാണെങ്കിൽ നിങ്ങൾ എന്താണോ ആയി തീരേണ്ടത് അതിന് ഉത്തരം കറക്റ്റായിട്ട് കിട്ടും. ആ ഉത്തരം നേടുകയാണ് പ്രധാനം. എന്ന് മുതലാണ് നമ്മുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അത് പരിഹരിക്കാൻ നേടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നോ അന്ന് മുതൽ മാത്രമേ സക്സസിലേക്ക് യാത്ര ആരംഭിക്കൂ. ആസ്തികൾ വന്നിട്ടും ഇതെല്ലാം പഠിച്ചിട്ടും ഒരു സക്സസിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് ഒരു സക്സസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇതാണ്: നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. അതിനുള്ള സൊല്യൂഷനാണിത്. അതിനുള്ള സൊല്യൂഷനാണ്. എന്താണ് ആവശ്യം? ഒന്ന് ഡിസിപ്ലിൻ നിർബന്ധമാണോ? ആർസിയല്ല, ലൈഫിൽ എവിടെ വിജയിക്കണമെങ്കിൽ ഡിസിപ്ലിൻ ആണോ? ഡിസിപ്ലിൻ പ്രധാനപ്പെട്ട ഭാഗം എന്താ ഡിസിപ്ലിൻ? അച്ചടക്കം എന്താ? സ്കൂളിൽ പഠിച്ച അച്ചടക്കം സ്റ്റാറ്റിസ് ഇല്ലേ? അച്ചടക്കം എന്താ? മറ്റുള്ളവർ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് സിറ്റുവേഷൻ, ആരും നമ്മളെ കാണുന്നില്ല, ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ആരും നമ്മളെ മോണിറ്റർ ചെയ്യുന്നില്ല. അപ്പൊ ആരും നമ്മളെ ശ്രദ്ധിക്കാത്ത സമയത്തും നമ്മൾ എന്താണോ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ വേണമെങ്കിൽ അച്ചടക്കം എന്ന് പറയാം. അല്ലേ? പറയാൻ പറ്റുമോ? രാത്രി ട്രാഫിക് സിഗ്നലിലൊക്കെയാണ്, അവിടെ 4 സെക്കൻഡ് ഒരു വണ്ടിയും വരുന്നില്ല. രാത്രി 12, 1 മണി, 2 മണി സമയത്താണ് ഒരു വണ്ടിയും വരുന്നില്ല. കാരണം ചോപ്പ് നിർത്തി കിടക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ആരും കാണുന്നില്ല, ആരും നോക്കുന്നില്ല, ആരുമില്ല. നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഉണ്ടോ? എന്നൊക്കെ ഇരിക്കും അല്ലേ? ഞാൻ ചെറിയ നെഗറ്റീവ് എക്സാമ്പിൾ ഒരുപാട് പറയാൻ കേട്ടോ. നമ്മൾ ആരും കാണാത്തപ്പോ അല്ലെ, ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യും? ആരും നമ്മൾ നോക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യും? പേഴ്സണൽ അച്ചടക്കമാണ്, വ്യക്തി അച്ചടക്കമാണ്. രാവിലെ എണീക്കുന്നത് മുതൽ വേണം.